നിമിഷങ്ങളിൽ ഒരുപക്ഷെ ജീവിതത്തിൽ കുറവാണ് എന്ന് തോന്നുന്ന ചില ആളുകളുണ്ട്. അവൾ ചിരിച്ചിട്ടേ ഇല്ല, അവൻ ചിരിച്ചിട്ടേ ഇല്ല, ചിരിക്കുന്നത് എന്നാണ് എന്നൊക്കെ കാത്തിരിക്കുന്ന ചില മാതാപിതാക്കന്മാരുണ്ട്. ഇവൻ്റെ ഈ രോഗമൊന്ന് മാറിയിട്ട് ഇവനൊന്ന് സൗഖ്യത്തോടെ കാണുമെന്നാണ് എന്നാണ് വിചാരിക്കുന്ന സഹോദരങ്ങളുണ്ട്. സ്വയം ഒരു കാര്യം ഉറപ്പാ സുഹൃത്തെ, ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലകളിലൊക്കെ അതിനപ്പുറത്തും ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഇന്നും ദൈവത്തിൻ്റെ സർവ്വശക്തി നമുക്ക് കൊണ്ട് വെളിപ്പെടുമെന്നുള്ളതിന് യാതൊരു തർക്കവും വേണ്ട. ഒരിക്കൽ യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികൾ എന്ന പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 9-ാം വാക്യം വായിക്കട്ടെ. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനം ഒക്കെയും കണ്ടു. ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച ഒരു മനുഷ്യൻ്റെ അത്ഭുതകരമായിട്ട് തനിക്ക് ലഭിച്ച വിടുതലിൻ്റെ സാക്ഷ്യമാണ് ഈ അപ്പസ്തോല പ്രവൃത്തി എന്ന പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തനിക്കോ തൻ്റെ അമ്മയപ്പന്മാർക്കോ തൻ്റെ സഹോദരങ്ങൾക്കോ തന്നെ കണ്ടിട്ടുള്ളവർക്കോ ആർക്കും ഒരിക്കലും പ്രതീക്ഷയില്ല ഇവൻ ഇനി എഴുന്നേറ്റ് നടക്കും, അല്ലെങ്കിൽ ഇവൻ ഇനി ജീവിതത്തിൽ കാലൂന്നി നടക്കുമെന്ന ഒരു പ്രതീക്ഷ ആർക്കുമില്ല. എന്നാൽ സർവശക്തനായ ദൈവം ചില പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയത്തില്ല. നമ്മുടെ ഉള്ളിൽ പോലും അങ്ങനെ ഒരു ചിന്ത ചിലപ്പോൾ ഉണ്ടാവാറില്ല. കാരണം നമ്മളൊക്കെ ആ സാഹചര്യത്തെ നോക്കി ഇത് തീർന്നുപോയി, ഇനി യാതൊരു സാഹചര്യം ഇല്ല, ഇനി വിടുതലിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല, വിടുവിക്കാൻ ഒരുപക്ഷെ കർത്താവിനോലും കഴിയില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് മനസ്സുമടുത്ത് ഭാരപ്പെട്ട് ഇരിക്കുന്ന അനുഭവത്തിലാണ് ചിലപ്പോഴൊക്കെയെങ്കിലും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇവിടെ ഇതാ സുന്ദരം എന്ന ദേവാലയ ഗോപുരവാതിൽക്കൽ ഭിക്ഷയാചിക്കാൻ എടുത്തുകൊണ്ടുവന്നിരുത്തിയ മനുഷ്യനോട് കർത്താവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാനായിട്ട് പത്രോസും യോഹന്നാനും കൽപ്പിച്ചപ്പോൾ അവൻ എഴുന്നേറ്റ് നടന്ന് തുള്ളി കുതിച്ച് ദേവാലയത്തിലേക്ക് പോയി. അവൻ പോകുന്നത് ജനമൊക്കെയും കണ്ടു. എനിക്ക് നിങ്ങളോട് വളരെ വിനീതമായി ഓർപ്പിക്കാനുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ദൈവം കരുതി വച്ചിട്ടുണ്ട്. അത് ചിലർ കണ്ട് അത്ഭുതപ്പെടുവാനുണ്ട്. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഇന്ന് നിങ്ങളോടൊപ്പമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയമക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ പാരമ്പര്യ അനുഭവങ്ങളുടെ മധ്യത്തിൽ അത്ഭുതം വെളിപ്പെടുത്താൻ കഴിയുന്ന അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുമാറാകണം. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.